അജ്ലാൽ ഏത് സിലബസിൽ പഠിച്ചതാണ്? ഈ ഒരു തീരുമാനം വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം നമുക്ക് മനസ്സിലാകും. എന്താണ് അജ്ലാലിന് ഇപ്പോൾ പറയാനുള്ളത്? ഞാനൊരു ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. +1 +2ന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ചെയ്തിട്ട് പഠിച്ചതാണ്. അപ്പോ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ ഈ കീമിന്റെ റിസൾട്ട് ഞങ്ങൾ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷമാണ് കുറെ കോളേജൊക്കെ നോക്കാനൊക്കെ പോയി തുടങ്ങിയത്. ഇപ്പൊ ഇങ്ങനെ പിടിച്ചു വെച്ച കാരണം പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ എഞ്ചിനീയറിംഗ് ഇതിങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചോണ്ട് ഞാൻ വേറെ റിപ്പീറ്റ് പോണോ എന്താ ചെയ്യേണ്ടതെന്നൊരു. അജ്ലാൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നാണോ അതോ പുറത്തു പോകണമെന്നാണ്? അതെ, ഞാൻ കേരളത്തിൽ തന്നെ പഠിക്കാൻ, അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നോണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് വേറെന്താ ചെയ്യേണ്ടത് അറിയാൻ വയ്യാതെ നിൽക്കാണ്. അജ്ലാലിനൊരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അജ്ലാലിന് ഈ സർക്കാർ എടുത്തൊരു തീരുമാനം, ഇപ്പൊ ഈ ഏകീകരണം, എല്ലാ സിലബസിൽപ്പെട്ടവർക്ക് തുല്യ ഒരു അവസരം വരട്ടെ എന്ന നിലയ്ക്കാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്താണ് അജ്ലാലിന് ഈ ഇത് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇതിന്റെ ഒരു ശരിയായ മാർഗമാണോ? എന്താണ് തോന്നുന്നത് അജ്ലാലിന്? ശരിയായ മാർഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളിപ്പോ ഒരു വെറുതെ ഒന്നും മാർക്ക് കിട്ടൂലല്ലോ. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു മാർക്ക് എത്തി. അപ്പൊ ഇനിയിപ്പോ വീണ്ടും ഇതിങ്ങനെ പിടിച്ചു വെക്കാ പറഞ്ഞാല് ഒരു പ്രോസ്പെക്ടസ് മാറ്റി അത് പഴയ പ്രോസ്പെക്ടസ് തുടരുന്നതാണോ ഈ പുതിയതാണോ? ഏതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് അജ്ലാലിന് തോന്നുന്നു? പഴയത് തന്നെയായിരുന്നു ബെറ്റർ. വെച്ചാല് വേറെ ആരും ഇതിൽ ഉൾപ്പെടുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു കുട്ടീന്റെ ഇതിലാണല്ലോ ഇപ്പൊ ഇത്ര പ്രശ്നം വന്നത്. അപ്പൊ എന്നാലും ആ കുട്ടിയുടെ മാത്രം ഇത് നോക്കുന്നല്ലേ, അല്ല ബാക്കി എല്ലാ കുട്ടികളുടെയും ഇത് റദ്ദാക്കാന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ ഒരു തീരുമാനം വരുമ്പോൾ റാങ്ക് ലിസ്റ്റിലെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പൊതുവെ റദ്ദാക്കപ്പെടുകയാണ് അതിന്റെ രീതി. എന്തായാലും എന്ത് പ്രതീക്ഷിക്കുന്നു വെച്ചാൽ ഇപ്പൊ ആകപ്പാടെ ഒരു വീട്ടിലുമൊക്കെ ഒരു വല്ലാത്തൊരു അങ്കലാപ്പിലായിരിക്കും അല്ലെ? ഞങ്ങളിപ്പോ +1 +2 കഴിഞ്ഞോണ്ട് ഇനി എന്താ ചെയ്യേണ്ട അറിയില്ല. റിപ്പീറ്റിന് പോകണോ അല്ല ഇത് ഇനി വരുന്നവരെ എങ്ങനെ വെയിറ്റ് ചെയ്താൽ എല്ലാ കോളേജുകളിലും അഡ്മിഷൻ എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? അജ്ലാലിന്റെ ഒപ്പം റാങ്ക് ഉള്ളവരും കൂട്ടുകാര് 3-4 പേര് ഇപ്പൊ ഇതില് എതിർപ്പായി നിന്നാണ് പറയുന്നത്. ഓരൊക്കെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ പോയി തുടങ്ങുന്നവരുണ്ട്, നേരെ നീറ്റിലേക്ക് പോയവരുണ്ട്. നിലവിലെ റാങ്ക് വെച്ച് അജ്ലാലിന് എവിടെ ചേരാനോ അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കാനൊക്കെ ആയിരുന്നു തീരുമാനം? എനിക്ക് ബിടെക്കിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ബിടെക്കിന് NIT നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ TKM കൊടുക്കാൻ നിന്നെ. ഇപ്പൊ എന്ത് ചെയ്യും? എന്താണ് ഇപ്പോ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ നിങ്ങളും? ഒരു ഇനിയിപ്പോ ഗവൺമെന്റ് ഇടുന്നവരെ ഞങ്ങൾ വെയിറ്റ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാന് ഏതെങ്കിലും പുറത്തൊക്കെ അങ്ങനെ റിപ്പീറ്റ് നോക്കണം. പക്ഷെ ഇയർ കളയാൻ ഞാൻ കഷ്ടപ്പെട്ട് 2 വർഷം പഠിച്ചതാണ്. ഇന്റഗ്രേറ്റഡ് ഡോപ്പ NIT സ്കൂളിൽ പഠിച്ചു. അപ്പൊ ഇനി ഒരു വർഷം കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. എന്താ വീട്ടിൽ അച്ഛനും അമ്മയും അവരൊക്കെ എന്താ പറയുന്നത്? എന്ത് തീരുമാനം എടുക്കണം എന്നാണ് അവരും പറയുന്ന വെച്ചാല് ഒന്ന് വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു എന്താണ്, ഇനിയും ഈ ഒരു റിസൾട്ട് ഇനി പബ്ലിഷ് ചെയ്യുമ്പോൾ നേരെ താഴ്ന്നെങ്ങാനും പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതെ എന്തായാലും നമുക്കിപ്പോ ഇതില് ഒന്നും പറയാൻ കഴിയില്ല. ഇതൊരു പ്രത്യേക ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അജ്ലാലിനൊക്കെ ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ എടുക്കാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം അജ്ലാൽ. എന്തായാലും സന്തോഷം പ്രതികരിച്ചതിന് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക കേട്ടോ. ഇത് തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളുടെയും അവസ്ഥ. ഇനി എന്ത് എന്നുള്ള ഒരു ആശങ്കയാണ് ഓരോരുത്തർക്കും ഉണ്ടാകുക. പ്രവേശന നടപടികളൊക്കെ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് വന്നാൽ മാത്രമേ അവർക്ക് ഇനി എന്ത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇനി റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ മറ്റെവിടെയെങ്കിലും പോകണോ, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടേ തീരുമാനിക്കുള്ളൂ. ഇപ്പോഴത്തെ കാര്യം വീട്ടുകാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു ആശങ്ക തന്നെയാണ് എന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കാൻ ആഗ്രഹിച്ച ആളുകളാണ്. ഇപ്പോൾ അതാണ് നേരത്തെ ശ്രീ TP സേതുമാധവൻ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 25,000-ഓളം കുട്ടികൾ ഇപ്പോൾ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോയി. നമുക്കറിയാം കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും സീറ്റുണ്ട്, കുട്ടികൾ അത്രയും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. പല കോളേജുകളുമൊക്കെ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ള കുട്ടികൾ കൂടി പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാണ്.